So good morning guys. So today we will start with the topic from where we stopped, right? We talked. I think we stopped with the topic dip angle, right? And I'm around 50% sure that since it was taken in a fast pace, I think it would not have been registered in your mind. So I'm not going to completely describe how or what and all and how the dip angle is calculated. I'll just give a small review regarding it, because dip angle, inclination, etc. comes in a simple topic or single heading. That is some of the terms which you have to learn regarding Earth's magnetism. Okay, so what were we talking about? Angle of dip or inclination. Right, and we termed a needle is required there. That needle is known as dip needle, and the dip needle's specialty is along with this horizontal movement is also having vertical movement. Right, so we positioned the dip needle on Earth's surface. Right, if this is our Earth, dip needle was or is to be kept at different positions. First we kept here, then we kept here, and then at the magnetic north. Right, remember we drew magnetic field lines, etc. have been already taught to you guys. Right, so what happens is, see, some of you guys wouldn't have registered. See, suppose I'm going to stand over here. Right, in there I have drawn the magnetic field lines is in this direction. Right, that means if you are having a magnetic needle, it will be in this direction, that this will be north and this will be south. This and all you know, right? Right, so area എന്ന് പറയുന്നത് ഒരു എന്ത് ഫേസാണ്? ഇങ്ങനെയുള്ള പരന്ന സ്ഥലമാണ് അല്ലേ? രണ്ട് ഭൂമി വളഞ്ഞിരിക്കണ മാതിരിയാണോ? നിങ്ങൾ വളഞ്ഞിട്ടാണോ അവിടെ നിൽക്കുക? അല്ല, നമ്മൾ നേരെയാണ് നിൽക്കുക. അപ്പോൾ അവിടെ ഞാൻ നിൽക്കുമ്പോൾ എല്ലാ തലേൻ്റെ മുകളിൽ ഇങ്ങനെയാണ് എന്തിരിക്കണത്? നമ്മുടെ നീഡിൽ നോർത്ത് സൗത്ത് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ സർഫസ് ഓഫ് എർത്തിനുമായിട്ട് ഈ നീഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ? 0 ഡിഗ്രി. അതുകൊണ്ടാണ്, അതായത് നീഡിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക. ക്ലിയർ ആവുണ്ടോ? ഹൊറിസോണ്ടൽ സർഫസ് ഇതാ, എൻ്റെ നീഡിൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക. ക്ലിയർ ആവുണ്ടോ? അതേമാതിരി ഇനി ഞാൻ നീങ്ങി ഇവിടെ നിന്നു വിചാരിക്കും, ഈ പോയിന്റിൽ ഇങ്ങനെ നിന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നീഡിൽ സ്ട്രെയിറ്റ് ഇവിടെ നിന്നാൽ മാതിരിയല്ല, കുറച്ചൊന്നുകിൽ എങ്ങനെ ചെരിയും ഇല്ലേ? അല്ലേ, ഈ പോയിന്റിൽ. അപ്പോൾ അവിടെ എർത്ത് സർഫസ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. അതായത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, റൈറ്റ്, എർത്ത് സർഫസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിപ്പ് ആംഗിൾ അല്ലെങ്കിൽ ഈ നീഡിൽ ഒന്ന് ചെരിഞ്ഞു അല്ലേ? ചെരിഞ്ഞെടുക്കണം. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണേ. കണ്ടോ, ഒന്ന് ഡിപ്പ് ചെയ്തുകൊണ്ട നീഡിൽ. ഇനി അതേമാതിരി ഈ മൂർധന്യാസം അല്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് നോർത്തിലെത്തുമ്പോൾ കറക്റ്റ് നീഡിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. റൈറ്റ്, അപ്പോൾ ആ സർഫസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ചെരിഞ്ഞ് പോയിട്ട്, അതായത് ഇങ്ങനെ നിന്നിരുന്ന നീഡിൽ പിന്നെ ചെരിഞ്ഞ് പിന്നെ ഉൾട്ടേ ഇങ്ങനെ. റൈറ്റ്, സോ ദാറ്റ് നൗ ദിസ് ഇസ് നോർത്ത് ആൻഡ് ദിസ് ഇസ് സൗത്ത്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഈ ഹോറിസോണ്ടലായിട്ട് ഈ ഡിപ്പ് നീഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഡിപ്പ് നീഡിൽ ഇസ് മേക്കിംഗ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആംഗിൾ. ഏതൊക്കെ ആംഗിളാണ്? 0 ഡിഗ്രിയും 90 ഡിഗ്രിയും. ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നത് 0 ഡിഗ്രി ആണെങ്കിൽ പോൾസ്, മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്ത് പോൾസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ദിസ് ഈസ് ആംഗിൾ ഓഫ് ഡിപ്പ്. Right, the angle of dip is the angle which the dip needle makes with the horizontal of the earth surface. Earth surface നമ്മൾ നിൽക്കുന്ന സർഫസ് ഒക്കെ എന്താണ്? ഹോറിസോണ്ടൽ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം എന്നതാ? നെക്സ്റ്റ് ടേം ഓർ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഡിപ്പ് ആംഗിൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നോക്കിയേ, ഇതിപ്പോൾ ഞാനൊന്ന് എർത്തിനെ ഒന്നുകൂടി വരയ്ക്കാൻ പോവാണ്. ദിസ് ഇസ് അവർ എർത്ത് ഗൈസ്. റൈറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാം. ഇത് മാഗ്നറ്റിക് നോർത്ത്, മാഗ്നറ്റിക് സൗത്ത്, ജോഗ്രഫിക്കൽ നോർത്ത്, ജോഗ്രഫിക് സൗത്ത്. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുക. റൈറ്റ്, ഇവിടെ കംപ്രസ്ഡ്. ഞാൻ റഫായിട്ട് വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ദിസ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് lines like this. So right, ini I'm going to consider a point x. ഒരു പോയിന്റ് എക്സ് ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോവാം. ജനറൽ പോയിന്റ് ഒരു എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാം. റൈറ്റ്, അവിടെ ഞാനൊരു മാഗ്നറ്റിക് നീഡിൽ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയായിരുന്നു അല്ലേ? നോർത്ത് സൗത്ത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് ചരിച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ. സോ ദിസ് ഡിറക്ഷൻ, ദിസ് ഇസ് സൗത്ത് ആൻഡ് ദിസ് ഇസ് നോർത്ത്. ഇവിടെ മാഗ്നറ്റിക് നീഡിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക.
റൈറ്റ്. അപ്പോൾ ഞാനിവിടെ ഈ സെക്ഷനിൽ ഇപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇത് ഹൊറിസോണ്ടലാണ് അല്ലേ, എന്തിൻ്റെ എർത്ത് സർഫസിൻ്റെ ഹൊറിസോണ്ടൽ ഇങ്ങനെയല്ലേ വരിക, റൈറ്റ്. അപ്പോൾ ഈ ഡയറക്ഷൻ എന്തായിരിക്കും, വെർട്ടിക്കലായിരിക്കുമല്ലോ, റൈറ്റ്. ഒന്ന് മനസ്സിലാവണം ചോദിക്കുന്നത്. ഈ ഒരു പോയിൻ്റ് എക്സിൻ്റെ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്ന എക്സിൻ്റെ പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻറ്റിൻ്റെ എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഈസ് എ വെർട്ടിക്കൽ ആൻഡ് ദിസ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ അല്ലേ, ക്ലിയർ ആവുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഞാൻ ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും, റൈറ്റ്. സോ ഇതാണ് എർത്തിൻ്റെ ഹോറിസോണ്ടൽ, ഇത് എർത്തിൻ്റെ ഇത് എർത്തിൻ്റെ ഹോറിസ്റ്റിക്കൽ, ഇത് എർത്തിൻ്റെ ഹോറിസോണ്ടൽ. സോറി കേട്ടോ, അല്ലേ. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ നീഡിലിരുന്നത്, ഈ ഡയറക്ഷനിൽ അല്ലേ, ചെരിഞ്ഞിട്ട്. സോ ദിസ് ഇസ് ദ ഡിറക്ഷൻ ഓഫ് വാട്ട്, അവർ മാഗ്നറ്റിക് നീഡിൽ. മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും എന്തിൻ്റെ ഡയറക്ഷനിൽ നിൽക്കുക, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് വാട്ട്, എർത്തിൻ്റെ, റൈറ്റ്. സോ BE, this is the direction of the net magnetic field of earth, this is its horizontal component, this is vertical component അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ നീഡിൽ ഹോറിസോണ്ടലുമായിട്ടുണ്ടാക്കണം അല്ലേ, ഈ നീഡിൽ ഹോറിസോണ്ടലായിട്ടുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഡിപ്പ് ആംഗിൾ എന്ന് പറഞ്ഞത് അല്ലേ. ഈ നീഡിൽ ഹോറിസോണ്ടലുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് ആംഗിൾ എന്ന് പറഞ്ഞത്, റൈറ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ഡയഗ്രാം, റൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, ഈ ആംഗിൾ I ആണെങ്കിൽ കാണ്ട റൈറ്റ് BEൻ്റെ കോസ് കമ്പോണൻ്റ് ആണ് BH അല്ലേ. BE cos I is equal to BH. Similarly, BV sin I is equal to, BE sin I അല്ലേ. BEൻ്റെ സൈൻ കമ്പോണൻ്റ്, വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് BV. ക്ലിയർ ആവുന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും റേഷ്യോ എന്തായിരിക്കും, BV by BH, BV by BH, BB ക്യാൻസൽ ആയി കഴിഞ്ഞാൽ sin I by cos I will be tan I. This relation is very important. That is I is equal to tan inverse BV by BH. Clear? So angle of inclinationൻ്റെ ഫോർമുലയാണ്. ആകെ ഈ ചാപ്റ്ററിൽ വരാൻ പോകുന്ന ഒരു ഇച്ചിരി കാൽക്കുലേഷൻ ഭാഗം വരുന്ന ഫോർമുല ഇത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആവുന്ന ചോദിക്കുന്നത്. ദിസ് ഇസ് ഹൗ യു കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് എനി ഡിപ്പ് ആംഗിൾ with surface, and dip angle changes guys, maximum at poles and minimum at equator. Clear ആവുന്ന ചോദിക്കുന്നത്. Now we are going to deal with next 3 topics of theory. അത് കഴിഞ്ഞിട്ട് we will deal with the problems along with it. ഒരു പ്രോബ്ലം ചെയ്താൽ മതി, റിലേഷൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുള്ളൂ, കേട്ടല്ലോ. അപ്പോൾ what is magnetic meridian, what is geographic meridian, and what is angle of declination, റൈറ്റ്. അപ്പോൾ ഇത് മൂന്നും റിലേറ്റഡ് ആയിട്ട് ഒരുമിച്ച് നമുക്ക് ഒരു ക്യാപ്ഷനായിട്ട് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ പറയാം. ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ജോഗ്രഫിക് മെറിഡിയൻ? At any place or any point on Earth's surface, the plane passing through the geographical poles and that point. ഒന്നും മനസ്സിലാവില്ല. Please write down the definition. At any place or any point, right, on Earth's surface, the plane ആണ് കേട്ടോ അത് അല്ലേ. ജോഗ്രഫിക്കൽ മെറിഡിയൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആണ്. Plane passing through geographical poles and that point. ഇത് ആദ്യം എഴുതിയെടുക്കുക. Now I'll tell you by drawing a diagram. ഇപ്പോൾ ഇതാണ് എൻ്റെ അർത്ഥം എന്ന് വിചാരിക്കുക. നമ്മുടെ അർത്ഥം ഇതാണ്, റൈറ്റ്. എനിക്ക് ഒരു പോയിന്റ് P ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇനി ആ ഡെഫിനേഷൻ നോക്കി. അറ്റ് എനി പ്ലേസ് ഓർ എനി പോയിന്റ്, any place or any point on Earth's surface. Surface ആവുന്നില്ല, മീൻസ് ദ എർത്ത് സർഫസ് തന്നെ കൺസിഡർ ചെയ്യും. ഞാൻ അവിടെ നിൽക്കണമെങ്കിൽ, റൈറ്റ്. പാസിങ് ത്രൂ ജോഗ്രഫിക്കൽ പോൾസ്. അപ്പോൾ ജോഗ്രഫിക്കൽ പോൾസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാണ് ജോഗ്രഫിക്കൽ നോർത്ത്, ഇതാണ് ജോഗ്രഫിക്കൽ സൗത്ത്. പ്ലെയിൻ പാസിങ് ത്രൂ ജോഗ്രഫിക്കൽ പോൾസ് ആൻഡ് ദാറ്റ് പോയിന്റ്. അതായത് എനിക്കൊരു പ്ലെയിൻ വേണം. ആ പ്ലെയിൻ എന്തിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടാവണം? പീനെ ഇൻക്ലൂഡ് ചെയ്യണം, ജോഗ്രഫിക്കൽ നോർത്തും ജോഗ്രഫിക്കൽ സൗത്തിനെയും വേണം. അപ്പോൾ ഏറ്റവും നല്ല പ്ലെയിൻ ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റുക,
right? നോടി ഇനി ഡെഫിനേഷൻ നോക്കി. At any point or any place on Earth's surface, the plane passing through the geographical poles and that point is known as geographical meridian. ക്ലിയർ ആവുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ ഡെഫിനേഷനേ ആയിട്ടുള്ളൂ, കുറച്ചും കൂടി നമുക്ക് ഡിസ്ക്രിപ്ഷൻ പറയാനുണ്ട്. വിൽ ജസ്റ്റ് ഗോ ത്രൂ ദിറ്റ് ആസ് എ വാട്ട് ഡെഫിനേഷൻ പ്രകാരം പോവാം. ഇത് കഴിഞ്ഞിട്ട് വിൽ ഡിസ്ക്രൈബ് ഇറ്റ് എൻറ്റയർലി. നെക്സ്റ്റ് ഈസ് മാഗ്നറ്റിക് മെറിഡിയൻ. ഇതിൻ്റെ ബേസ് മരുന്ന് ഇതേ ഡെഫിനേഷൻ മരുന്ന് ആലോചിച്ച് നോക്കിയേ. അറ്റ് എനി പോയിന്റ് ഓർ എനി പ്ലേസ് ഓൺ എർത്ത് സർഫസ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ജോഗ്രഫിക്കൽ പോളിന് പകരം എന്തായിരിക്കണം? മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്ത്. At any point on Earth's surface, the plane passing through magnetic poles and that point is known as magnetic meridian. അപ്പോൾ ഇതേമാതിരി എർത്ത് വരയ്ക്കും, റൈറ്റ്. എനിക്ക് പോയിന്റ് ഇവിടെയാണ്, എനിക്ക് ക്യൂ. എനിക്ക് ശ്രദ്ധിച്ച് നോക്കിയേ, എനിക്ക് പക്ഷേ ഇവിടെ ജോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് വരുമ്പോൾ ഇവിടെ അല്ലേ മാഗ്നറ്റിക് നോർത്തും ഇവിടെ അല്ലേ മാഗ്നറ്റിക് സൗത്തും വരാറ്, റൈറ്റ്. സോ ഐ ഹാവ് ടു ഡ്രോ എ പ്ലെയിൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് മാഗ്നറ്റിക് നോർത്ത്, മാഗ്നറ്റിക് സൗത്ത്, and then it includes a point Q. ഈ ക്യൂനും കൂടി കൺസിഡർ ചെയ്യണം. ക്ലിയർ ആവുന്നിരിക്കണേ, റൈറ്റ്? ക്ലിയർ. അപ്പോൾ ഈ രണ്ട് പ്ലെയിനിനെ എനിക്ക് കമ്പൈനായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ പറഞ്ഞിട്ടല്ല കേട്ടോ, ഏതാണ്ട് കട്ട് ചെയ്യണം, ഏതാണ്ട് ഒരു ബോളിനെ കട്ട് ചെയ്യണ മാതിരി അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ സർഫസിനെ കട്ട് ചെയ്യണ മാതിരിയാണ് പ്ലെയിന്, റൈറ്റ്? അതായത് ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം ചെരിഞ്ഞിങ്ങനെയാണ് കത്ത്, ഒരെണ്ണം ഇങ്ങനെ ചെരിഞ്ഞിട്ട്. ക്ലിയർ ആവുന്നെങ്കിൽ ഇതാണ് എൻ്റെ കയ്യിൽ ബോൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഇങ്ങനെ വെട്ടും, ഇങ്ങനെ. പിന്നത്തെ എങ്ങനെയാണ്? ചരിച്ച് സ്ലൈസ് ചെയ്തിട്ട്, ഇങ്ങനെയല്ല കേട്ടോ, പരത്തിയിട്ടല്ല, ഒരു ചെറിയ ഇൻക്ലിനേഷനിൽ കണ്ടോ, ഇങ്ങനെയല്ല. ഇത് മാഗ്നറ്റിക് നോർത്തിൻ്റെ സൗത്ത്, ജോഗ്രഫിക് നോർത്തിനെ ഇങ്ങനെ കട്ട് ചെയ്തെങ്കിൽ അതിന് ചരിഞ്ഞിട്ടാണ്, ഇങ്ങനെയാണ് കട്ട് ചെയ്തെങ്കിൽ ഇതിനിങ്ങനെ ചരിച്ചിട്ടാണ്, റൈറ്റ്? ക്ലിയർ ആവുണ്ട്. ദിസ് ഇസ് കട്ട് ലൈക്ക് ദിസ്. ഇപ്പോൾ ബുക്ക് വയ്ക്കുകയാണെങ്കിൽ ബുക്കിന് ഞാൻ ഇങ്ങനെ പ്ലെയിൻ വരയ്ക്കും. ഇത് ജോഗ്രഫിക്കൽ നോർത്തിന് ഇങ്ങനെയാണ് കട്ട് ചെയ്യുക, അല്ലേ? അന്നേരം ആ പാസ് ചെയ്ത പ്ലെയിൻ ഇങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. ഇനി മാഗ്നറ്റിക് നോർത്തിന് എങ്ങനെയാണ്? ചരിച്ച് ഇങ്ങനെ. ക്ലിയർ ആവുന്നത് വിചാരിക്കണം, റൈറ്റ്? ദാറ്റ് മീൻസ് ഈ രണ്ട് പ്ലെയിനുകളെയും ഞാൻ എടുത്തു കഴിഞ്ഞ് ഈ പ്ലെയിൻ ഇങ്ങനെ ചരിച്ച് ഈ പ്ലെയിൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എൻ ആംഗിൾ. അപ്പോൾ ഏതാണ്ട് പുസ്തകം മടക്കി വെച്ചിരിക്കുന്ന മാതിരി, പുസ്തകം ഇങ്ങനെ വെച്ചിരിക്കുന്ന മാതിരി ഉണ്ടാവും, റൈറ്റ്? ദാറ്റ്സ് വൈ വി ഡ്രോ ദീസ് ടു പ്ലെയിൻസ് ഇൻ സെപ്പറേറ്റ് വേ. കമ്പൈൻ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. റൈറ്റ്? ക്ലിയർ ഉണ്ടോ? ഇത് സപ്പോസ് ഇതിന് ഞാൻ നമ്മുടെ ഇങ്ങനെയാണ് എർത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പരത്തിയെന്ന് പറ്റിയ കാരണം ഇതിന് ഞാൻ ജോഗ്രഫിക്ക് മെറിഡിയൻ എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ, റൈറ്റ്? അപ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ ടേൺ വരുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക്കൽ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ, ദിസ് ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ? ഈ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക്കൽ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ടേംസ് പഠിച്ചു. വാട്ട് ഈസ് മാഗ്നറ്റിക് മെറിഡിയൻ, വാട്ട് ഈസ് ജോഗ്രഫിക്കൽ മെറിഡിയൻ, ആൻഡ് ദെൻ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ a plane which is passing through a set point where you want to study and the geographical poles. Magnetic meridian is plane which is passing through magnetic north and south or the magnetic poles, and the set point is known as magnetic meridian. Angle between geographical meridian and magnetic meridian is known as angle of declination. ക്ലിയർ ആവുന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. എർത്തിൻ്റെ സർഫസ് വെച്ചിട്ട് കുറച്ചും കൂടി വിപുലീകരിച്ച് നമുക്ക് പഠിക്കാം. സപ്പോസ് ദിസ് ഇസ് അവർ എർത്ത്. magnetic field lines വെച്ചിട്ട് കേട്ടോ. So this is your geographical north, geographical south. This is your magnetic north, magnetic south. So obviously you have to draw magnetic field lines like this. This is small. Right. This is the direction of magnetic field lines. Clear? Magnetic north, magnetic south. Right. Suppose I am going to consider a point x here. ഒരു x എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യണം. റൈറ്റ്. നൗ ഈ എക്സിൻ്റെ കാഴ്ചപ്പാടിലാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോണത്? പ്ലെയിൻസ് വരയ്ക്കാൻ പോകണം.
ക്ലിയർ? അപ്പോൾ ആദ്യം നമുക്ക് വി ആർ ഗോയിങ് ടു ഡ്രോ എ പ്ലെയിൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് പോയിന്റ് എക്സ്, ദെൻ ഇറ്റ് കട്ട്സ് ദ പ്ലെയിൻ ഓർ കട്ട്സ് ദ എം എൻ എം എസ്. ഈ സെക്ഷൻ, അതായത് എം എൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യണ ഒരു പ്ലെയിൻ ഞാൻ വരയ്ക്കാൻ പോവാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിന് ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണല്ലോ. റൈറ്റ്? സോ ദിസ് ബിക്കംസ് മൈ എം എൻ അല്ലേ, ആൻഡ് ദിസ് ഇസ് എം എസ്. ക്ലിയർ ആവുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കാണുന്നത് കേട്ടോ. റൈറ്റ്? ഫോർ മീ ദിസ് ഇസ് എ പ്ലെയിൻ ലൈക്ക് ദിസ്. സോ ഫ്രം ഹിയർ ഐ എം വ്യൂയിങ്. റൈറ്റ്? അപ്പോൾ എനിക്കിതൊരു സാധാരണ ഷീറ്റ് മാതിരി ഉണ്ടാവുക ഫോർ മീ വെൻ ഐ എം വ്യൂയിങ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സാധാരണ മുന്നിൽ നിൽക്കുന്ന ഒരു പ്ലെയിൻ ഷീറ്റ് മാതിരി ഉണ്ടാവും, ഇങ്ങനെ എക്സിനെ കട്ട് ചെയ്തിട്ട്. 3 ഡയമെൻഷനിലാണ് കേട്ടോ, മുകളിൽ ഉത്തരത്തിൽ നിൽക്കണമെന്നല്ല. പ്ലെയിനെ കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിലായിട്ട് ഞാൻ ഇയാളെ തീരുമാനിക്കും. ഈ എം എൻ എം എസ് എഡ്ജ് തന്നെ ആവണമെന്നില്ല കേട്ടോ. എം എൻ എം എസ് ക്യാൻ ബി എനിവർ ഇൻ ദിസ് പ്ലെയിൻ. ഐ എം ജസ്റ്റ് അസ്യൂമിങ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലെയിൻ ഞാൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ. ആൻഡ് ദാറ്റ് പ്ലെയിൻ വലുതാണ് കേട്ടോ, അല്ലേ? ഇറ്റ് ക്യാൻ ബി ലാർജ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ മുകളിലാവണമെന്നില്ല, അതിൻ്റെ ബാക്കിലും ആവാം. ക്ലിയർ? റൈറ്റ്? ഈ സ്ട്രേറ്റ് ലൈനിലെല്ലാം ആലോചിക്കേണ്ടത് യു ഹാവ് ടു തിങ്ക് ഇറ്റ് ആസ് എ 3-dimensional തിങ്. സോ ദിസ് പ്ലെയിൻ നൗ ഇസ് ഹാവിങ് എം എൻ എം എസ് ആൻഡ് പോയിന്റ് എക്സ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ എം എസ് ഈ സൈഡിൽ നോക്കിട്ടോ, ഈ എം എസ് എം എൻ ഒരു ലൈനിലായിരിക്കും, എക്സ് ഒരേ ലൈനിലാണ് ഉണ്ടാവുക. ബട്ട് എക്സ് വിൽ നോട്ട് ബി വിസിബിൾ ദാറ്റ് മച്ച്. ക്ലിയർ ആവുമ്പോൾ വിചാരിക്കുന്നത്? റൈറ്റ്? അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ച എക്സ് കാണുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്നും കൂടി ചരിച്ച് വരയ്ക്കാം. ഇങ്ങനെ വരച്ചുകൂടെ എനിക്ക്? റൈറ്റ്? സോ ദിസ് ഇസ് മൈ എം എൻ, ദിസ് ഇസ് എം എസ് ആൻഡ് ദിസ് ഇസ് പോയിന്റ് എക്സ്. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ എം എൻ കാണും, എം എക്സ് കാണും, എല്ലാം കാണില്ലേ? റൈറ്റ്? സോ എ പ്ലെയിൻ കൺസിസ്റ്റിംഗ് ഓഫ് എം എൻ എം എക്സ് എക്സ്. പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പോൾ സ്ട്രെയിറ്റ് എഡ്ജ് ആയിരിക്കും, ഇതുമാതിരി ഇരിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരച്ച്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? ഇനി എക്സിൻ്റെ പോയിൻ്റിൽ കൂടെ രണ്ടാമത്തെ ഒരു മെറിഡിയൻ കൂടി വരയ്ക്കണം. ഇറ്റ് ഇസ് എ പ്ലെയിൻ വരയ്ക്കണം. ആ പ്ലെയിൻ എന്ത് കൺസിസ്റ്റ് ചെയ്യണം? ഈ ജോഗ്രഫിക്കൽ നോർത്തും ജോഗ്രഫിക്കൽ സൗത്തും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇനി എനിക്ക് പ്ലെയിൻ വരയ്ക്കാൻ. അതെങ്ങനെ വരയ്ക്കും? ഇതിങ്ങനെ വരച്ചിട്ട് വെച്ചു ആണെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്താ ഇങ്ങനെ വരയ്ക്കേണ്ടി വരില്ലേ? ഇങ്ങനെ, നോട്ട് സ്ട്രെയിറ്റ് ഗൈസ്, ജസ്റ്റ്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിലാണ്. അപ്പോൾ ഏതാണ്ട് സ്ലൈസ് ചെയ്ത് മുകളിലോട്ട് വരണം, ലൈക്ക് ദിസ്. ഇതായിരിക്കും സുഖം പറയാം. റൈറ്റ്? ഇങ്ങനെ വയ്ക്കാണ്ട് ചരിച്ച് ഇങ്ങനെ വരയ്ക്കണം. സോ ഇങ്ങനെ വരുമ്പോൾ എന്താ, ജി എനിൽ ടച്ചും ചെയ്യും, എക്സിനെ ടച്ച് ചെയ്യും, കുറച്ച് ചരിഞ്ഞിട്ട്. അതായത് ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഏതാണ്ട് ഇതിങ്ങനെ. റൈറ്റ്? ഒന്ന് ചരിഞ്ഞിട്ടല്ലേ വരുന്നത്. റൈറ്റ്? ദാറ്റ് മീൻസ് മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് ജോഗ്രഫി നോർത്തിന് ഏതാണോ ആംഗിൾ ഉണ്ടാക്കണം അതേമാതിരി വേറെ പ്ലെയിന് വരിക. സോ എക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ there will be another one like this. ഇങ്ങനെയായിട്ട് വരയ്ക്കുന്നത്, സോറി. Right? So this becomes your geographical north, this becomes your geographical south. Right? നല്ല ഇങ്ങനെ അടിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടോ, ഇത് ജോഗ്രഫിക്കൽ നോർത്ത്, ഇത് എക്സ് പോയിന്റ്. അപ്പോൾ ഈ എക്സ് പോയിന്റിൽ നിന്ന് തന്നെ ഇത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് കണ്ടോ. If you want, you can take your time and understand. ഈ പോയിന്റിൽ തന്നെ വരച്ച് നോക്കിയേ, ഇതിൽ നിന്ന് നോക്കിയേ. ഇനി ഇവിടെ തന്നെ വരയ്ക്കുകയാണ് കേട്ടോ, ലൈറ്റായിട്ട് എം എന്നിനെ കവർ ചെയ്തിട്ടുള്ള എഡ്ജ് ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് പോയിട്ട് ഇങ്ങനെ കവർ ചെയ്യണതായിരിക്കണം അല്ലേ? എന്നാൽ ഇതെങ്ങനെയായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക? റൈറ്റ്? ഇഫ് യു വാണ്ട് ഐ വിൽ മേക്ക് another. ഇപ്പോൾ കിട്ടുന്നുണ്ടോ കളർ ചെയ്തപ്പോൾ? ഓക്കെ, ഇത് ഈ പ്ലെയിന് ജോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് ഇതിൽ എക്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ പ്ലെയിൻ എന്താ, എക്സ് എം എൻ എം എസിനെ കണ്ടിട്ട് കണ്ടോ? റൈറ്റ്? ക്ലിയർ ആവുന്നത്? അതിനെ ഇങ്ങനെ ചരിച്ച് വരച്ചത് ഇത് കണ്ടോ? ക്ലിയർ? ആൻഡ് ഈ ആംഗിൾ എന്തായിരിക്കും? നമ്മുടെ ഈ ആംഗിൾ, ദിസ് ഇസ് യുവർ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. അവിടെ ഡി എന്ന് മാർക്ക് ചെയ്യാം, ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. റൈറ്റ്? ദിസ് ഇസ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. ഈ പടത്തിൽ വരച്ചപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കണം. റൈറ്റ്? റൈറ്റ്? ഓക്കെ. ഇനി നമ്മൾ കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. വാട്ട് ഹാപ്പൻസ്, ഇപ്പോൾ ഒരു കോമ്പസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ ഈ കോമ്പസ് ശരിക്കും കാണിക്കുന്നത് ജോഗ്രഫിക്കൽ നോർത്താണോ അല്ല മാഗ്നറ്റിക് നോർത്ത് മീൻസ് മാഗ്നറ്റിക് നോർത്ത് സൗത്ത് ആണോ അല്ല ജോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് ആണോ? അത് കാണിക്കുന്നത് മാഗ്നറ്റിക് നോർത്താണ് അല്ലേ? ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഇൻക്ലിനേഷൻ നമുക്ക്
അതായത് ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഗിവ്സ് യു എൻ ഐഡിയ ഹൗ മച്ച് ചേഞ്ച് ഈസ് ദർ, അതായത് ഇക്വേറ്ററും പോൾസും തമ്മിലുള്ള ഒരു വേരിയേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ വേരിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്പ് ആംഗിൾ അല്ലേ, വെർട്ടിക്കൽ കമ്പോണൻ്റ് എർത്തിൻ്റെ വെർട്ടിക്കൽ അല്ലേ ബി ഇ. ഇപ്പോൾ ഡിപ്പ് ആംഗിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ഫൈൻഡ് ബി ഈസ് വാട്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, അത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഹോറിസോണ്ടൽ കമ്പോണൻറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിപ്പ് ആംഗിൾ യൂസ് ചെയ്യണം. വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് അവർ വാട്ട് ഡിക്ലിനേഷൻ ആംഗിൾ, അതായത് ഡി എന്ന ആംഗിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു കാര്യം. അതെ, സെയിലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധാരണ നമ്മുടെ കോമ്പസാണ്. സാധാരണ യൂസ് ചെയ്യുന്ന കോമ്പസ് ഇറ്റ് ഓൾവേസ് ഷോസ് യു മാഗ്നറ്റിക് നോർത്താണ് കാണിക്കുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് സൗത്ത്, ഐദർ ഓഫ് ദം. നോർത്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് നോർത്താണ് സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യുക. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് പോകേണ്ടത്, നമുക്ക് ജോഗ്രഫിക്ക് നോർത്ത് പോളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് എർത്ത് ഇതാണ് പോളിങ്, ജോഗ്രഫിക്ക് നോർത്തിലാണ് നമുക്ക് പോകേണ്ടത്, അല്ലാണ്ട് മാഗ്നറ്റിക് നോർത്ത് ഇവിടേക്കല്ലല്ലോ. അപ്പം നമുക്ക് ഇത്രയും ഭാഗം ചരിയണം വേണ്ടേ, റൈറ്റ്, ക്ലിയർ. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ഞാൻ ഈ പ്ലെയിനെ വരയ്ക്കുകയാണെങ്കിലേ ഈ വര ദിസ് ഇസ് ജോഗ്രഫിക്കൽ നോർത്ത്, ദിസ് ഇസ് ജോഗ്രഫിക്കൽ സൗത്ത്. ഈ വര എന്തിൻ്റെ പാർട്ടാണ്, ജോഗ്രഫിക്കൽ മെറിഡിയൻ്റെ പാർട്ടാണ് അല്ലേ. ഇത് മാഗ്നറ്റിക് നോർത്ത്, ഇത് മാഗ്നറ്റിക് സൗത്ത്. ഈ വരയോ എന്തിൻ്റെ പ്ലെയിനിൻ്റെ പാർട്ടാണ്, എന്തിൻ്റെ പാർട്ടാണ്, മാഗ്നറ്റിക് മെറിഡിയൻ്റെ. ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ജോഗ്രഫിക്കൽ മെറിഡിയൻ, ഇതിനെയാണല്ലേ നമ്മൾ ഡിപ്പ് ആംഗിൾ എന്ന് പറഞ്ഞത് ആണ്. ദിസ് ഇസ് ആംഗിൾ ഓഫ് ഡിപ്പ്, ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രഫിക്കൽ മെറിഡിയൻ്റെ ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ എനിക്ക് പോകേണ്ടിരുന്നത് ഇവിടെയാണ് അല്ലേ. പക്ഷേ ഞാൻ നോക്കിയാൽ അല്ലെങ്കിൽ സെയിലർ നോക്കിയാൽ ഇങ്ങനെ പോയിരുന്നെങ്കിൽ ഈ ഡിപ്പ് ആംഗിൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ചരിച്ച്. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ വെറുതെ പറയാണ്, ഡിപ്പ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു 17 ഡിഗ്രിയാണ് എനിക്ക് മെഷറബിൾ അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഞാൻ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകണം, ഞാൻ മാഗ്നറ്റിക് നോർത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു 17 ഡിഗ്രി ഇങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറയും, എനിക്ക് റൈറ്റിലോട്ട് പോയാലേ എനിക്ക് ശരിക്കുള്ള ജോഗ്രഫിക്കൽ നോർത്ത് എത്തുള്ളൂ എന്നുള്ളൊരു ഐഡിയ കിട്ടും. ക്ലിയർ ആവുന്നതിന് ഐ എം ജസ്റ്റ് ഗിവിങ് എൻ ഐഡിയ, റൈറ്റ്. സോ അതിൻ്റെ അർത്ഥം വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, ഇറ്റ് ഗിവ്സ് യു ആൻ ഐഡിയ ഓഫ് ഡിറക്ഷൻ, പ്രോപ്പർ ഡിറക്ഷനാക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ യൂസ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ നമ്മൾ മേജർലി 3 ടേംസാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്, ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, സെക്കൻഡ് വൺ ഈസ് angle of dip or inclination, then third is horizontal component of Earth's magnetic field, horizontal component of Earth's magnetic field. ഈ 3 കമ്പോണൻസിനെയാണ് എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. എന്താണ് എലമെൻറ്റ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിസം, അതായത് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, ആംഗിൾ ഓഫ് ഡിപ്പ് ആൻഡ് ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് BH എന്നുള്ള ഇതിൻ്റെന്ന് ഓർമ്മ ഉണ്ടാകും, റൈറ്റ്. ഈ 3 ടേംസും കൂടി എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഈ 3 ടേംസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സ്പ്ലെയിനിങ് വാട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ടേംസും വരും അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 3 ടേം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫിഗർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, റൈറ്റ്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ 3 കൂടിയുള്ള ഫിഗർ എങ്ങനെയാണ് വന്നതെന്ന് പറയാം, റൈറ്റ്. ദിസ് ഇസ് അവർ മെറിഡിയൻ, ഒരു മെറിഡിയനാണ്, നേരത്തെ വരച്ചതാണ് കേട്ടോ അത്, റൈറ്റ്, സോറി, റൈറ്റ്. മീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെറിഡിയൻ തമ്മിലുള്ള ആംഗിൾ എന്താണെന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലേ. ഇനി നമ്മളിപ്പോൾ തന്നെ കുറച്ച് നേരത്തെ പറയും എന്താണ് നീഡിൽ ഏത് ഡയറക്ഷനാണ് കാണിച്ചു തരിക, സാധാരണ ഒരു ഡിപ്പ് ആംഗിൾ അല്ലെങ്കിൽ ഡിപ്പ് നീഡിലായാലും അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിലായാലും ഏത് ഡയറക്ഷനാണ് കാണിക്കുക, MN, മാഗ്നറ്റിക് നോർത്താണ് കാണിക്കുക. അപ്പോൾ ഏത് പ്ലെയിനിലാണ് കിടക്കുക നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ, മാഗ്നറ്റിക് മെറിഡിയനിലാണ് കിടക്കുക. ക്ലിയർ ആവുണ്ടോ, ഒന്നുകൂടി ശ്രദ്ധിച്ചേ. മാഗ്നറ്റിക് നീഡിൽ കാണിക്കുന്നത് മാഗ്നറ്റിക് നോർത്ത് ഓർ മാഗ്നറ്റിക് സൗത്ത്, അങ്ങനെയാണെങ്കിൽ നീഡിൽ കിടക്കുന്നത് ഏത് പ്ലെയിനിലാണ്, മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് മെറിഡിയൻ ഞാൻ എടുക്കുന്നത് അല്ലേ, നമ്മളങ്ങനെയല്ല എടുത്തത്. MN, ഇത് MS, ഇത് GN, GS. സോ ദിസ് ഇസ് അവർ മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ നീഡിൽ കിടക്കുന്നത്, ഓർമ്മ ഉണ്ടോ, പ്ലെയിനിൽ കിടക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഡിറക്ഷൻ വി ഹാവ് ടോട്ട് ഇറ്റ് ഗൈസ്, റൈറ്റ്. ദിസ് ബിക്കംസ് ദ നീഡിൽസ് ഡിറക്ഷൻ. ഇതിനെ ഞാൻ BE എന്നാണ് എഴുതിയിരുന്നത് അല്ലേ. സോ വാട്ട് വിൽ ബി ദിസ് കമ്പോണൻറ്റ് ബി, ദിസ് ഇസ് BV വെർട്ടിക്കൽ, ദിസ് ഇസ് അവർ
BH, right? And what was this angle? This is angle of inclination or dip angle. അപ്പോൾ ഡിക്ലിനേഷനും ഡിപ്പ് ആംഗിളും ഹോറിസോണ്ടൽ കമ്പോണും വെർട്ടിക്കൽ കമ്പോണും എല്ലാം കൂടിയിട്ടുള്ളൊരു ഫിഗർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്? റൈറ്റ്. നൗ ഗൈസ്, ഞാൻ സ്കെച്ച് യൂസ് ചെയ്യാത്തത് ഇങ്ങനെ കുറേ വരയൊക്കെ വരയ്ക്കുമ്പോഴേ സ്കെച്ച് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്, സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കെച്ച് അവോയ്ഡ് ചെയ്യണത്. ഫ്രം നെക്സ്റ്റ് സെക്ഷൻ വിൽ സ്റ്റാർട്ട് വിത്ത് സ്കെച്ചസ്. അതിലധികം ഡ്രോയിങ് ഇല്ല, ഇങ്ങനെ വരച്ചിട്ടുള്ളതൊന്നും ഇല്ല. റൈറ്റ്. ക്ലാരിറ്റി കുറവാണെന്ന് എനിക്കറിയാം, ബെയർ വിത്ത് മീ. ബട്ട് എപ്പോഴും പടം വരയ്ക്കുമ്പോൾ ഐ എം റിസൈറ്റിംഗ് വാട്ട് ആൻഡ് ഓൾ ഐ എം റൈറ്റിംഗ്, റൈറ്റ്? അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ? So let's move on. The next major topic which we are going to deal now is what is the cause of magnetism? Magnetismത്തിന്റെ cause. What is the reason? ഇത് ശരിക്കും എടുക്കുന്നതേ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെറ്റീരിയൽസ് പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. വി ആർ ഗോയിങ് ടു കൊളാബറേറ്റ് സം ഓഫ് ദി തിങ്സ് വിച്ച് യു ഹാവ് ലേൺ ഇൻ കെമിസ്ട്രി. വി ആർ ഗോയിങ് ടു മിക്സ് ഇറ്റ് അപ്പ്. നൗ ബിഫോർ ഗോയിങ് ടു ഇറ്റ് ഗൈസ്, ശ്രദ്ധിക്കുക, ഈ ചാപ്റ്റർ കുറേ തിയറി ബേസ്ഡ് ആണ്. അപ്പോൾ തിയറി ബേസ്ഡ് ഉണ്ട്. അപ്പോൾ കഥ കേൾക്കണ മാതിരി കേൾക്കുക, അതിനുമാതിരി പഠിച്ചു പോവുക. ഞാൻ വെരി ഡിസപ്പോയിൻറ്റഡ് വിത്ത് യു ഗൈസ് റിഗാർഡിങ് യുവർ മാർക്സ് ഇൻ യുവർ എക്സാമിനേഷൻ. സ്പൂൺ ഫീഡിങ് മാതിരി നിങ്ങൾക്ക് പേപ്പർ തന്നിട്ട് പോലും നിങ്ങളിങ്ങനെയാണ് പെർഫോമൻസ് എന്ന് വെച്ചാൽ ബോർഡിൽ എന്താവുമെന്ന് എനിക്ക് യാതൊരുവിധ ഐ ആം വെരി കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ബട്ട് നിങ്ങൾ ചീത്ത പറയാൻ എനിക്ക് പേടിയാണ്. എന്നോട് വി വർ ആസ്ക്ഡ് ബൈ ഹയർ അതോറിറ്റീസ്, ഈവൻ യുവർ പ്രിൻസിപ്പൽ, ദാറ്റ് വി ഹാവ് ടു ടോക്ക് വിത്ത് യു ഗൈസ്. നിങ്ങളോട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ മാർക്ക്. 3 പെൺപിള്ളേർ വെരി, ഞാൻ വീഡിയോയിൽ തന്നെ പറയാണ്, 3 ഗേൾസ് ദേ ഡിഡ് വെരി വെരി ബ്യൂട്ടിഫുള്ളി. അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൺപിള്ളേർ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. സ്പൂൺ ഫീഡിങ്ങിൻ്റെ എക്സ്ട്രീമിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ബോർഡിൽ എന്താവുന്നൊരു പിടിയുമില്ല. നിങ്ങൾക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രീവിയസ് എക്സാമിന് ഡിറ്റ് ഇട്ട് ഇരുന്നിട്ടാണ് നിങ്ങളിങ്ങനെ കാണിച്ചത്. എനിവേസ്, ഇനി അത് പറഞ്ഞിട്ട് നേരം കളയണ്ട. ഞാൻ വഴക്ക് പറയാനും നിൽക്കില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിളിച്ച് പറയണമല്ലോ, നിങ്ങളെ വിളിച്ചിട്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ റീസണിൽ ഒരു പ്രോപ്പർ റീസണുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് മൂടുണ്ടായിരുന്നില്ല പഠിക്കാൻ, നിങ്ങൾ പഠിച്ചില്ല, അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ പ്രത്യേകിച്ച് റീസണൊന്നും പറയാനൊന്നുമില്ല. എത്ര ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണമെന്ന്, ബാക്കി എല്ലാ സബ്ജക്റ്റിലും യു ഹാവ് സ്കോർഡ് ഹൈ. ഈ ഫിസിക്സ് നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ താല്പര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാനാ? എഫേർട്ട് എടുത്ത ആൾക്കാർക്ക് മാർക്കും കാണുന്നുണ്ട്. പേരെടുത്ത് ഞാൻ പറയാത്തത് ചിലരിലെ ഞാൻ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്തു, അവരാണ് ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻ്റ് ചെയ്തത്. ഐ ഡോണ്ട് നോ വൈ. എനിവേസ്, നെക്സ്റ്റ് കോസസ് ഓഫ് മാഗ്നറ്റിസം. റൈറ്റ്. അപ്പോൾ മാഗ്നറ്റിസത്തിൻ്റെ കോസ്, ഇതിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ, അതായത് പ്രീവിയസ് ഏതോ സെക്ഷനിൽ വി ഹാവ് ടോക്ക്ഡ് അബൌട്ട് ഇറ്റ്. ആ സെക്ഷൻ ഒന്നും കൂടി പറയാണ്. ബട്ട് ഇൻ ദി ടേംസ് ഓഫ് വാട്ട്, കഴിഞ്ഞ കേസിൽ കോസ് ഓഫ് മാഗ്നറ്റിസം പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ചാർജ് മൂവ്മെൻ്റ് ഒക്കെ പറഞ്ഞിരുന്നു. അത് എർത്തിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ റീസൺ ആണ്. ഇവിടെ നമ്മൾ പറയാൻ പോണേ മാഗ്നറ്റിസം മാറ്ററിൽ എങ്ങനെ ഉണ്ടാവാൻ പോണേ. മാഗ്നറ്റിസം സെയിം തന്നെയാണ്. അപ്പോൾ ഒരു കോഴ്സ് നമുക്ക് ഐ എം ഗോയിങ് ടു ജസ്റ്റ് ഗിവ് യു എൻ ഐഡിയ വാട്ട് ഇറ്റ് ഈസ്. നമ്മൾ പ്രീവിയസ്ലി പഠിച്ചു തന്നെയാണ്. ഹൗ ഇറ്റ് വാസ്, സോറി ഗൈസ്. എന്തായിരുന്നു നമ്മൾ പറയണത്? ഒരു മാറ്റർ, ഏതൊരു മാറ്ററിൻ്റെയും ബേസിക് കണ്ടൻറ്റ് എന്താണ്? ആറ്റമാണ് അല്ലേ? സോ ദിസ് ഇസ് മൈ മാറ്റർ. ജസ്റ്റ് ടേക്കിംഗ് ദ സ്ട്രക്ചർ ലൈക്ക് ദിസ്. അതിൻ്റെ ഉള്ളിലൊരു ഞാനൊരു ആറ്റം എടുത്തു, ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. മൾട്ടിപ്പിൾ ആറ്റംസ് ഉണ്ടാവും അറിയാമല്ലോ, റൈറ്റ്? ആ ആറ്റത്തിന് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ചുറ്റും എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? നൗ ദിസ് റിവോൾവിങ് ഇലക്ട്രോൺ, ഐ ആം സെപ്പറേറ്റ്ലി ഡ്രോയിങ് ഇറ്റ്, റൈറ്റ്? ഈ ഇലക്ട്രോണിൻ്റെ പാത്താണെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. എവറി റിവോൾവിങ് ഇലക്ട്രോൺ വിൽ കോസ് എ പാസേജ് ഓഫ് കറണ്ട്, റൈറ്റ്? അപ്പോൾ ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഇലക്ട്രോൺ എങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കറണ്ട് റിവോൾവിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു ഡിവൈസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കറണ്ട് ക്യാരിയിങ് കോയിൽ അല്ലേ? അപ്പോൾ കറണ്ട് ക്യാരിയിങ് കോയിൽ ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അല്ലേ? സോ ദിസ് ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? താഴോട്ട് വരും. അവർ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവില്ലേ? ആ മൊമെൻ്റ് എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് ഡിറക്ഷൻ. മാഗ്നറ്റിക് മൊമെൻ്റ് ഇങ്ങനെ ഡൗൺവേർഡ് ഡിറക്ഷൻ ആണെങ്കിൽ ഇത് സൗത്തും ആയിരിക്കണത്, നോർത്തും ആയിരിക്കണം. ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ, റൈറ്റ്? ആ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ വരിക? എം ഇസ് ഈക്വൽ ടു ഈ കറണ്ട് I ഇൻറ്റു എ.
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ് റൈറ്റ്. അപ്പോൾ വൺ ഓഫ് ദ റീസൺ ഓഫ് മാഗ്നറ്റിസം ഓഫ് മാറ്റർ ഇസ് ഫസ്റ്റ് വൺ ഇസ് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. വൺ ഓഫ് ദ മേജർ റീസൺ ഓഫ് what magnetism in the case of a atom is orbital motion of electrons. ക്ലിയർ ആവുന്ന വിചാരിക്കുന്നത്. ബാക്കി രണ്ട് കേസ്, രണ്ടാമത്തെ കേസ് സ്പിൻ, അതായത് ഈ ഇലക്ട്രോൺസ് എന്തുണ്ട് അറ്റം മൂവ്മെൻറ്റിൽ നിന്ന് സ്പിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്പിന്ന് കാരണം എന്ത് മൊമെൻ്റ് ഉണ്ടാവും? ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാവും റൈറ്റ്. അതേമാതിരി തന്നെ ഈ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്താ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺ ഉണ്ട്. പ്രോട്ടോണ് ചെറിയ മോഷൻ ഉണ്ട് അല്ലേ. ആ മോഷൻ കാരണം ഉണ്ടാവും എന്ത് ചെറിയ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പം 3 കേസസ് ഉണ്ടല്ലോ. ഏതൊക്കെ കേസസ്? ഒന്ന് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷൻ, സെക്കൻഡ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റ് ഓഫ് എൻ ഇലക്ട്രോൺ. അത് നിങ്ങൾക്ക് സ്പിന്നിങ് ഒക്കെ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ പഠിക്കാവുന്നതാണ്. ക്വാണ്ടം ഫിസിക്സിലൊക്കെ ഒന്നായിരിക്കും നന്നായി പഠിക്കുന്നത്. പക്ഷേ ഈ 12ാം ക്ലാസ് നിങ്ങൾക്ക് അത്ര ലോഡില്ല. തേർഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ന്യൂക്ലിയസ് റൈറ്റ്. അപ്പോൾ 3 കേസസിൽ ഫസ്റ്റ് കേസാണ് എന്ത് പ്രയോറിറ്റി എടുക്കണം. ബാക്കി 2 സ്പിന്ന് കാരണമുള്ളതും ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺ കാരണമുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ് വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ടോട്ടലി നമ്മളോട് വാട്ട് ഈസ് ദ കോസ് ഓഫ് മാഗ്നറ്റിസം ഓഫ് എ മാറ്റർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എന്ത് പറയാറുള്ളൂ? ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ പറയാറുള്ളൂ. കഴിയാ. ഇനി നെക്സ്റ്റ് സെക്ഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് പോകാം. I will see in the next video.